ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ enthusiast. ഇത് നമ്മുടെ ട്യൂസ്ഡേയുടെ Q&A സെക്ഷൻ ആണ്. അതായത് നിങ്ങൾ DM-ൽ അയച്ചതോ അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചതോ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതിനു മുന്നേ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ സ്കിൻ കെയറും ഹെയർ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്ന ആളാണ്. അപ്പൊ ആ നിങ്ങൾക്കുള്ള ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആണെങ്കിൽ മറ്റുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതാണ് എനിക്ക് പുതിയ പുതിയ വീഡിയോസ് ഉണ്ടാക്കാനുള്ള ഒരു എൻകറേജ്മെന്റ്. വീഡിയോ ആയിട്ട് അടക്കം. ഫസ്റ്റ് പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. കാര്യം എന്തെന്ന് വെച്ചാൽ പ്രഗ്നൻസിയുടെ സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഫേസ് വാഷുകൾ ഏതൊക്കെയാണ്, അതല്ലെങ്കിൽ അവർക്ക് പറ്റിയ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഏതൊക്കെയാണ്, എന്തൊക്കെയാണ് നമ്മുടെ പ്രഗ്നൻസി സമയത്ത് വരുന്ന സ്കിൻ പ്രോബ്ലംസ് എന്നൊക്കെ പറ്റിയിട്ടാണ് ചോദിച്ചിരുന്നത്. ഫസ്റ്റ് മനസ്സിലാക്കുക, പ്രഗ്നൻസിയുടെ സമയത്ത് നമുക്ക് ഹോർമോണൽ ചേഞ്ചസ് ഒരുപാട് വരും. ആ സമയത്ത് നമ്മുടെ സ്കിന്നിന്റെ ടൈപ്പ് വരെ മാറാം. ചിലപ്പോൾ നിങ്ങളുടെ എക്സ്ട്രീംലി ഓയിലിയോ ഡ്രൈയോ ആയിട്ട് മാറാം ചില സമയങ്ങളിൽ. അത് മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങൾ കറുക്കുന്നതായിട്ട് തോന്നും. അതിന്റെ പേരാണ് പ്രഗ്നൻസി മാസ്ക്. പിന്നെ നമുക്ക് ഒരുപാട് മോക്കുരുകൾ വരാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ്. ഇതെല്ലാം ഹോർമോൺ റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. മാത്രമല്ല പ്രഗ്നൻസിയുടെ സമയത്ത് നമ്മൾ എടുക്കുന്ന ഓരോ സ്കിൻ കെയർ പ്രൊഡക്ട്സും അതല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള മെഡിക്കേഷൻസ് പോലും വളരെ ശ്രദ്ധിച്ച് നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിനെ അഡ്വൈസ് ചെയ്തിട്ടൊക്കെ എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷെ എന്നാലും സേഫ് ആയിട്ടുള്ള കുറച്ച് സ്കിൻ കെയർ ഇൻഗ്രീഡിയൻസ് പ്രഗ്നൻസിയുടെ സമയത്ത് ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഉപയോഗിച്ചുകൂടാത്ത ഇൻഗ്രീഡിയൻസ് എത്ര കോൺസെൻട്രേഷൻ ആണെന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഫസ്റ്റ് വരുന്നത് നിങ്ങൾ ഫേസ് വാഷ് എടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നാണ്. മാക്സിമം ഒന്നുകിൽ ജെന്റിൽ ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ നല്ല ഡ്രൈ സ്കിന്നോ അതല്ല നിങ്ങളുടെ നോർമൽ സ്കിന്നോ ഒക്കെ ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ജെന്റിൽ ആയിട്ടുള്ള ഫേസ് വാഷിൽ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിന് ഏറ്റവും നല്ല നമ്മുടെ സെറ്റാഫിലിന്റെ ജെന്റൽ ക്ലെൻസർ നല്ലതാണ്. മിനിമലിസ്റ്റിന്റെ ഓട്സ് ക്ലെൻസർ നല്ലതാണ്. സെറാവിയുടെ ജെന്റൽ ക്ലെൻസർ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ നമ്മുടെ ഡോട്ട് ആൻഡ് ഗിയുടെ ജെന്റൽ ക്ലെൻസർ നല്ലൊരു ഓപ്ഷനാണ്. അതല്ല നിങ്ങൾക്കൊരു കുറച്ച് ഓയിലി ടൈപ്പ് ഒക്കെ ആയിട്ടാണ് സ്കിൻ ഇരിക്കുന്നതെങ്കിൽ നമുക്ക് ഒരിക്കലും നിങ്ങൾക്ക് സാലിസിലിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യാം. പക്ഷേ അതിപ്പോഴും 1% വെച്ചിട്ടുള്ള ഫേസ് വാഷ് ആണ് നല്ലത്. അതിൽ ഇപ്പോൾ നമ്മൾ ഫേസ് വാഷിലോട്ടോ സെറത്തിലോട്ടോ യൂസ് ചെയ്തത്. കാരണം സാലിസിലിക് ആസിഡ് ബേസിക്കലി 2% എബോ അല്ലെങ്കിൽ ഒക്കെ വരുമ്പോൾ നമ്മൾ പ്രഗ്നൻസി സേഫ് അല്ല എന്നാണ് പറയുന്നത്. 1% ആയിട്ടുള്ള സാലിസിലിക് ആസിഡ് ഫേസ് വാഷുകൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. 1% മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെർമക്കോഡ 1% സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ 2% വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷെ ഞാൻ അങ്ങനെ പ്രിഫർ ചെയ്യാറില്ല. ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് വെച്ചില്ല. ബട്ട് സ്റ്റിൽ ഞാൻ ഇത്രയെങ്കിലും പ്രോബ്ലം ഉള്ള ഇൻഗ്രീഡിയന്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഇത്തിരി ഇൻക്രീസ് ചെയ്തിട്ടുള്ള കോൺസെൻട്രേഷൻ പോലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഞാൻ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ പറയുന്നതുകൊണ്ടാണ് ഞാൻ സാലിസിലിക് ആസിഡ് അവോയ്ഡ് ചെയ്യാൻ പറയുന്നത്. അല്ലെങ്കിൽ 1 to 2 നോർമലി അത്ര പ്രശ്നമുള്ള തീരെ പ്രശ്നമുള്ളതല്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ പ്രഗ്നൻസിയുടെ സമയത്ത് കുറച്ച് എക്സ്ട്രാ കെയർ എടുക്കുന്നത് കൊണ്ടാണ് ഞാൻ സാലിസിലിക് ആസിഡ് 1% ഫേസ് വാഷ് മതി എന്ന് പറഞ്ഞത്. 2% നമ്മുടെ മിനിമലിസ്റ്റിലും അതല്ലെങ്കിൽ നമ്മുടെ ഫോക്സ്റ്റെയിലും ബാക്കിയുള്ള ഒരുവിധം എല്ലാ ഫേസ് വാഷുകളും സാലിസിലിക് ആസിഡ് 2% ഉള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് 1% വേണോ 2% വേണോ എന്നുള്ള നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ്. അതല്ല നിങ്ങൾക്ക് ഒരു ഡെയിലി എക്സ്ഫോളിയേറ്റിംഗ് ക്ലെൻസർ ആണ് വേണ്ടതെങ്കിൽ നമുക്ക് ഗ്ലൈക്കോളിക് ആസിഡ് ക്ലെൻസേഴ്സ് നല്ലൊരു ഓപ്ഷനാണ്. അത് നമ്മുടെ ഡോക്ടർ ഷീറ്റിലുണ്ട്, നമ്മുടെ ലോറിയൽ പാരിസിലുണ്ട്, നമ്മുടെ മിനിമലിസ്റ്റിൽ തന്നെയുണ്ട്. ഗ്ലൈക്കോളിക് ആസിഡ് ഫേസ് വാഷ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഏതെങ്കിലും ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുന്നത് തെറ്റില്ല. ഡ്രൈ സ്കിൻകാർക്ക് ഒരു മൈൽഡായിട്ട് എക്സ്ഫോളിയേഷൻ നടക്കും. നമുക്ക് എന്താ പറയുന്നത് ഡെയിലി ചെറിയ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് ചെറുതായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്ത് പോകാനും നമുക്ക് വരുന്ന ആ ഒരു പ്രഗ്നൻസിയുടെ സമയത്ത് വരുന്ന മാസ്ക് മാറ്റാനോ ഗ്ലൈക്കോളിക് ആസിഡ് ഫേസ് വാഷസുകൾ നല്ലതാണ്. ഇനി നമ്മളൊരു സെറത്തിലോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് ഡ്രൈ സ്കിൻ ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈൽഡ്രോണിക് ആസിഡ് സെറമോ അതല്ലെങ്കിൽ 5% നിയാസിനമൈഡ് സെറമോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അതല്ല നിങ്ങൾക്ക് കുറച്ച് ഓയിലി ആയിട്ടിരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് 5% നയാസിനമൈഡ് സെറം നല്ലൊരു ഓപ്ഷനാണ്. കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ നയാസിനമൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ചെറുതായിട്ട് ഓയിൽ കൺട്രോൾ ചെയ്യുകയും ചെയ്യും. പിന്നെ ഓൾറെഡി നിങ്ങൾ 1% സാലിസിലിക് ആസിഡ് ഫേസ് വാഷസ് യൂസ് ചെയ്യണമെങ്കിൽ ഒരു മൈൽഡ് രീതിയിൽ നമുക്ക് ആ ഒരു ഓയിൽ കൺട്രോൾ ചെയ്ത് പോകാനും പറ്റും. പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന മോയിസ്ചറൈസേഴ്സ് എടുക്കുമ്പോൾ മാക്സിമം ജെൽ ബേസ്ഡ് ആയിട്ടുള്ള മോയിസ്ചറൈസേഴ്സ് ഓയിലി സ്കിൻകാർ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ജെൽ ബേസ്ഡ് ആയിട്ടുള്ള ഫേസ് വാഷസ് മോയിസ്ചറൈസേഴ്സിന്റെ ഓപ്ഷൻസ് വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ന്യൂട്രിജീനയുടെ ജെൽ ബേസ്ഡ് മോയിസ്ചറൈസർ നല്ലൊരു ഓപ്ഷനാണ്. അതല്ലെങ്കിൽ നമ്മുടെ ഫോർമുലാറെക്സിന്റെ ജെൽ ബേസ്ഡ് ഒരു യെല്ലോ ട്യൂബ് ഉണ്ട്, അത് നല്ലൊരു ഓപ്ഷനാണ്. അതല്ല നമ്മുടെ ബ്രിക്വെലിന്റെ മാറ്റ് ഫിനിഷ് നല്ലൊരു ഓപ്ഷനാണ്. നമ്മുടെ മിനിമലിസ്റ്റിന്റെ ഓയിൽ ഫ്രീ മോയിസ്ചറൈസേഴ്സ് നല്ലൊരു ഓപ്ഷനാണ്. ഡോക്ടർ ഷീറ്റിന്റെ ഓയിൽ ഫ്രീ മോയിസ്ചറൈസേഴ്സുകളും നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് കുറച്ച് ഓയിലി സ്കിൻ ആണെങ്കിൽ, നിങ്ങൾക്ക് നല്ല ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾ മാക്സിമം സെറമൈഡും അല്ലെങ്കിൽ ഗ്ലിസറിനും അടങ്ങിയ മോയിസ്ചറൈസേഴ്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. അത് നമ്മുടെ ഫോർമുലാറെക്സിൽ തന്നെയുണ്ട് ഒരു ഓറഞ്ചിഷ് കളർ ട്യൂബുള്ള ഒരെണ്ണം ഉണ്ട്. നമ്മുടെ മിനിമലിസ്റ്റിലെ സെറമൈഡ് മോയിസ്ചറൈസർ, നമ്മുടെ ഡോട്ട് ആൻഡ് ഗിയുടെ സെറമൈഡ് മോയിസ്ചറൈസർ, അതല്ലെങ്കിൽ നമ്മുടെ റിക്വലിന്റെ സെറമൈഡ് മോയിസ്ചറൈസറും ഒക്കെ നല്ലൊരു ഓപ്ഷനാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് സൺസ്ക്രീൻ ഏത് സെലക്ട് ചെയ്യണമെന്ന്.
നിങ്ങൾ പ്രഗ്നന്റ് ആണെങ്കിൽ നമ്മളിപ്പോഴും ഫിസിക്കൽ ഫിൽറ്റേഴ്സ് ഉള്ള സൺസ്ക്രീൻ ആണ് മാക്സിമം സെലക്ട് ചെയ്യാനായിട്ട് പറയുന്നത്. എന്ന് വെച്ചാൽ അത് തീരെ ബ്ലഡിലോട്ട് അബ്സോർബ് ചെയ്യില്ല എന്നല്ല, ഫിസിക്കൽ സൺസ്ക്രീനും കെമിക്കൽ സൺസ്ക്രീനും നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർബ് ചെയ്യും. അല്ല ബ്ലഡ് സ്ട്രീമിലോട്ട് ചെറുതായിട്ട് മിനിക്കൂലൊക്കെ പോകും. അത് യൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ബേബിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവാനൊന്നും പോകുന്നില്ല. പക്ഷെ എന്നാലും എപ്പോഴും പ്രഗ്നൻസിയുടെ സമയത്ത് പ്രിഫർ ചെയ്യുന്നത് ഫിസിക്കൽ സൺസ്ക്രീൻ ആണ്. അതായത് സിങ്ക് ഓക്സൈഡും ടൈറ്റാനിയം ഓക്സൈഡും ഒക്കെ ടൈറ്റാനിയം ഡൈ ഓക്സൈഡും മാത്രമുള്ള സൺസ്ക്രീനുകളായിരിക്കും ഫിസിക്കൽ സൺസ്ക്രീനകത്ത് വരുന്നത്. അതിപ്പോൾ നമ്മുടെ റിക്വലിന്റെ മാക്യുലേറ്റ് സൺസ്ക്രീൻ നല്ലൊരു ഓപ്ഷനാണ്. നമ്മുടെ ആക്നെ യു വി സൺസ്ക്രീൻ നല്ലൊരു ഓപ്ഷനാണ്. അതല്ലെങ്കിൽ നമ്മുടെ ഡോക്ടർ ഷേപ്പിന്റെ മിനറൽ സൺസ്ക്രീൻ, നമ്മുടെ ന്യൂട്രജീനിയയുടെ മിനറൽ സൺസ്ക്രീൻ, അതൊക്കെ നല്ലൊരു ഓപ്ഷനാണ് മിനറൽ സൺസ്ക്രീനിലോട്ട് പോകുമ്പോഴത്തേക്കും. നിങ്ങളൊരു മിനറൽ സൺസ്ക്രീൻ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു മിനറൽ സൺസ്ക്രീൻ സെലക്ട് ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷനാണ്. അല്ലെങ്കിൽ ഡീകൺസ്ട്രക്ട് മിനറൽ സൺസ്ക്രീൻ ഉണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു മിനറൽ സൺസ്ക്രീൻ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് സ്കിൻ കെയറിൽ നിങ്ങളുടെ സൺസ്ക്രീൻ ആയിട്ട് അത് മാറി കഴിയും. ഇനി നമ്മൾ എക്സ്പോളിയേഷനോട്ട് പോകുമ്പോൾ നമ്മളെപ്പോഴും ഗ്ലൈക്കോളിക് ആസിഡും ലാക്ടിക് ആസിഡും എക്സ്പോളിയേഷൻ ആണ് നല്ലത്. പക്ഷേ ഇത് രണ്ടും ഗ്ലൈക്കോളിക് ആസിഡ് ആണെങ്കിൽ നമ്മൾ 6% താഴോട്ടും, ലാക്ടിക് ആസിഡ് ആണെങ്കിൽ മാക്സിമം 10% വരെ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. ഇത് രണ്ടും പീലിംഗ് സൊല്യൂഷൻ ആയിട്ട് വാങ്ങിക്കുമ്പോൾ യൂസ് ചെയ്യരുത്. സെറം ആയിട്ട് ഗ്ലൈക്കോളിക് ആസിഡ് സെറംസ് ആയിട്ട് കിട്ടും. അതല്ലെങ്കിൽ ഗ്ലൈക്കോ 6 വരെയുള്ള ക്രീം വാങ്ങിക്കുക. ലാക്ടിക് ആസിഡ് ആണെങ്കിൽ ലാക്ടിക് ആസിഡ് സൊല്യൂഷൻ പീലായിട്ട് ഡോക്ടർ ഷേപ്പിലൊക്കെ അവൈലബിൾ ആണ്. അതല്ലെങ്കിൽ ഇത് ഓർഡിനറി ലാക്ടിക് ആസിഡ് കിട്ടും. അങ്ങനെ ഏതെങ്കിലും ഒരു എന്താ പറയുക സെറമായിട്ട് വാങ്ങിക്കുന്നതാണ് നല്ലത്. അപ്പോൾ വാഷ് ഔട്ട് ചെയ്ത് കളയണ്ട. മാത്രമല്ല ഇത് ഡെയിലി യൂസ് ചെയ്യാനായിട്ട് നിൽക്കരുത്. വീക്കിലി വൺസ് മാത്രമേ നൈറ്റ്ലി യൂസ് ചെയ്യാൻ. നെക്സ്റ്റ് ഡേ മസ്റ്റ് ആയിട്ട് നിങ്ങൾ സൺസ്ക്രീൻ ഫോളോ അപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ ഇപ്പൊ നമ്മൾ ഇത്രയും ഉപയോഗിക്കാൻ പറ്റുന്ന ഇൻഗ്രീഡിയൻസ് അല്ലേ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്ത ഇൻഗ്രീഡിയൻസ് ഏതാ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. നിങ്ങൾക്ക് മോക്കുരു ഉണ്ടെങ്കിൽ നമ്മൾ അസലിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ക്രീംസ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഇത് ആ മോക്കുരുവിന്റെ പാട് മാറ്റാനും ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല മോക്കുരു കാരണം വരുന്ന ആ ഒരു മോക്കുരുവിന് മാറ്റാൻ ഹെൽപ്പ് ചെയ്യും. മോക്കുരുവിന്റെ പാട് മാറ്റാനായിട്ടും അസലിക് ആസിഡ് ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മൾ പ്രഗ്നൻസിയുടെ സമയത്ത് സ്കിപ്പ് ചെയ്യേണ്ട ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് റെറ്റിനോൾ. അതായത് റെറ്റിനാൽഡിഹൈഡ്, വിറ്റാമിൻ എ അണ്ടർ വരുന്ന എല്ലാം റെറ്റിനോയിൻ, അതെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യണം. പിന്നെ ബെൻസോൾ പെറോക്സൈഡ് പോലെയുള്ള ക്രീംസ്, സ്റ്റിറോയിഡ് ക്രീം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണം. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ ചിലപ്പോൾ യൂസ് ചെയ്യുന്ന ഫെയർനെസ് ക്രീമുകളിൽ സ്റ്റിറോയിഡ്സ് കാണും. അപ്പൊ അതൊന്ന് നോക്കുക. ഹൈഡ്രോക്വിനോണിനൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വേണ്ട. പിന്നെ കോജിക് ആസിഡ്, ആൽഫ ആർബിറ്റിൻ പോലെയുള്ള സാധനങ്ങൾ നമ്മൾ മാക്സിമം പ്രഗ്നൻസിയുടെ സമയത്ത് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ബെൻസോൾ പെറോക്സൈഡ് പറഞ്ഞിട്ടുണ്ട്. സാലിസിലിക് ആസിഡ് നമ്മൾ 2% എബോ അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഗ്ലൈക്കോളിക് ആസിഡ് 7% എബോ, ലാക്ടിക് ആസിഡ് 10% എബോ ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ് പ്രഗ്നൻസിയുടെ സമയത്ത്. ഇപ്പൊ അത്യാവശ്യം പ്രഗ്നൻസി റിലേറ്റഡ് ചെറിയ റൊട്ടീൻ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഡോക്ടറിന്റെ അടുത്ത് പോയി കൺസൾട്ട് ചെയ്തിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇനി ഇതുപോലത്തെ പ്രഗ്നൻസി റിലേറ്റഡ് കംപ്ലീറ്റ് സ്കിൻ കെയർ റൊട്ടീൻ ലോങ് വീഡിയോ വേറെ ഒരെണ്ണം വേണം എന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അതായത് ഞാൻ ഓൾറെഡി ഒരു പ്രഗ്നൻസി റിലേറ്റഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊന്ന് കയറി കണ്ടാലും നിങ്ങൾക്ക് ഒരുവിധം മനസ്സിലാവും. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, ഒരാൾ ഞാൻ വർക്ക് ചെയ്യാനായിട്ട് കുറച്ച് നാൾ പോയിരുന്നു, പുറത്ത് ഔട്ട്ഡോർ വർക്ക് ആയിരുന്നു കൂടുതലും. അത് കാരണം എനിക്ക് ടാൻ എങ്ങനെ മാറ്റുക എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. ടാനിങ്ങിനെ പറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ ഈ പെർട്ടിക്കുലർ ആ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് ഒന്നുകൂടെ പറഞ്ഞു. കാരണം ടാനിങ്ങിനെ പറ്റി എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ടാനിങ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മുടെ ബോഡി തന്നെ ചെയ്യുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം ആണ്. അപ്പൊ അത് അഴിക്കുകയാണോ എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി അഴിക്കില്ല. പക്ഷെ നമ്മുടെ സ്കിൻ കളർ മാറുമോ എന്ന് വെച്ചാൽ മാറുകയും ചെയ്യും. അത് ഒരുപാട് ആകുമ്പോഴത്തേക്ക് നമുക്ക് നല്ല രീതിയിൽ സ്കിൻ കളർ മാറാനും ഒരു പരിധി കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി നമ്മുടെ സ്കിന്നിന് ടാനിങ് വഴി സണ്ണിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനും പറ്റില്ല. പിന്നെ നമ്മളിപ്പം അത്രയും കാര്യം ഫസ്റ്റ് മനസ്സിലാക്കുക. ടാനിങ് നമുക്ക് കംപ്ലീറ്റ്ലി മാറ്റണമെന്ന് വെച്ചാൽ ചെറിയ രീതിയിലൊക്കെ നമുക്ക് എത്ര സൺസ്ക്രീൻ യൂസ് ചെയ്താലും ടാനിങ് വരും. ഓക്കെ, ഇനി വന്ന ടാനിങ് എങ്ങനെ മാറ്റാൻ നോക്കാം. ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സൺസ്ക്രീൻ ആണ്. കാരണം ഇനി ഉള്ള ടാനിങ്ങിന് നമ്മൾ എക്സ്ട്രീം ആക്കാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടുള്ള സൺസ്ക്രീൻ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. മാത്രമല്ല നിങ്ങൾക്ക് സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയിട്ടുള്ള സൺസ്ക്രീൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടേത് ഒരു ഓയിലി സ്കിൻ ആണെങ്കിൽ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടേത് ഒരു കോമ്പിനേഷൻ ടു ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം അല്ലാതെ ജെൽ കുറച്ച് ലോഷൻ ടൈപ്പ് അല്ലെങ്കിൽ ക്രീം ടൈപ്പ് ആയിട്ടുള്ള സൺസ്ക്രീൻ അല്ലെങ്കിൽ ലിക്വിഡി സൺസ്ക്രീൻ, അത് ഒരുപാട് ജെൽ അല്ലാത്ത സൺസ്ക്രീനുകൾ സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ മാറ്റ് ഫിനിഷ് അല്ലാത്ത സൺസ്ക്രീനുകൾ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കോമ്പിനേഷൻ ടു ഓയിലി സ്കിൻ ആണെങ്കിൽ മാറ്റ് ഫിനിഷോ അതല്ലെങ്കിൽ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ ആയിട്ട് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി നിങ്ങൾക്ക് കുറച്ച് ഡാർക്ക് സ്കിൻ ടോണിലുള്ള ആൾക്കാരാണെങ്കിൽ വൈറ്റ് കാസ്റ്റ് ഇടാത്ത സൺസ്ക്രീൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം അങ്ങനത്തെ സൺസ്ക്രീൻ ആണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം ഒരു ആഷിഷ് നമ്മൾ അതിടുമ്പോൾ ഒരു ആഷി ഫീൽ ഉണ്ടാവുകയും നമുക്ക് കറുക്കുന്നതായിട്ട് തോന്നാനുള്ള ചാൻസ് കൂടുതലാണ്.
അപ്പൊ അങ്ങനത്തെ സൺസ്ക്രീനുകൾ കുറച്ച് ഡാർക്ക് സ്കിൻ ടോണിലുള്ള ആൾക്കാർ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ ചില ആൾക്കാർക്ക് നമ്മൾ പ്രത്യേകിച്ചും ഓയിലി സ്കിൻകാർ കെമിക്കൽ സൺസ്ക്രീൻ എടുക്കുമ്പോൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുറച്ച് മാക്സിമം ലൈറ്റ് വെയിറ്റഡ് ആയിട്ടുള്ള എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് തിക്കായിട്ടുള്ള സൺസ്ക്രീൻ ഇടുമ്പോൾ നമുക്ക് ഒരുപാട് സ്വെറ്റ് ആയിട്ട് നമ്മുടെ സ്കിൻ പറ്റാതെ സ്കിന്നിനകത്ത് കയറിയത് ചൂട് അബ്സോർബ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിൽ നിൽക്കാതെ നമ്മൾ വിയർക്കാൻ തുടങ്ങും. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ സ്കിൻ ടൈപ്പ് ഉള്ള ആൾക്കാർ മാക്സിമം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സൺസ്ക്രീൻസുകൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ ചില ആൾക്കാർക്ക് സിങ്ക് ഓക്സൈഡ്, ടൈറ്റാനിയം ഡൈ ഓക്സൈഡ് പോലെയുള്ള ഫിൽറ്റേഴ്സ് ഉള്ള സൺസ്ക്രീൻ ഇടുമ്പോഴത്തേക്ക് ഡാർക്ക് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അത് അവർക്ക് ആ ഒരു 2 ഇൻഗ്രീഡിയന്റ് ആയിട്ടൊക്കെ ഉള്ള അലർജി അല്ലെങ്കിൽ അങ്ങനെ പർട്ടിക്കുലർ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള അലർജി ഉള്ളതുകൊണ്ടാണ്. അപ്പൊ അങ്ങനത്തെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇത്രയും കാര്യം മനസ്സിലാക്കിയിട്ട് വേണം എപ്പോഴും സൺസ്ക്രീൻ സെലക്ട് ചെയ്യാനുള്ളത്. ഇപ്പം ജനറൽ ആയിട്ട് ഈ പ്രോബ്ലംസ് ഒന്നും അധികം എല്ലാവർക്കും ഒരുപോലെ വരണം എന്നില്ല. പക്ഷെ നമ്മൾ ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാനും പറ്റത്തുള്ളൂ. അപ്പൊ അതൊന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം എപ്പോഴും സൺസ്ക്രീൻ സെലക്ട് ചെയ്യാൻ. അപ്പൊ സൺസ്ക്രീൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനി വന്നതിന് നമ്മൾ പ്രിവെന്റ് ചെയ്യാനായിട്ട് ടാനിങ്ങിന് ഏറ്റവും നല്ലത് ഒന്നുകിൽ ആൽഫ ആർബിറ്റിൻ അല്ലെങ്കിൽ കോജിക് ആസിഡ്. അപ്പൊ അത്യാവശ്യം ഒരുപാട് നല്ല ഇന്റൻസ് ആയിട്ടുള്ള ലൈഫ് കുറച്ച് അധികം വർഷങ്ങളായിട്ടുള്ള ടാൻ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ആൽഫ ആർബിറ്റിൻ സെറം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റും. അതിന്റെ കൂടെ നിയാസിനമൈഡ് കൂടെ ഉപയോഗിച്ചാൽ കുറച്ചും കൂടെ നല്ലതാണ്. കാരണം നിയാസിനമൈഡ് ആന്റി ഓക്സിഡന്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇനിയും സൺസ്ക്രീൻ കൂടാതെ മറ്റുള്ള ഫ്രീ റാഡിക്കൽസിൽ നിന്ന് നമ്മുടെ സ്കിന്നെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നിയാസിനമൈഡ് ഹെൽപ്പ് ചെയ്യും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വിറ്റാമിൻ സി സെറം യൂസ് ചെയ്യും. അതും നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആണ്, നമുക്കൊരു ബ്രൈറ്റ്നസും തരും, ഈ ഒരു ടാനിങ് മാറ്റാനും ഹെൽപ്പ് ചെയ്യും. ഒന്നിന് വിറ്റാമിൻ സി ആൽഫ ആർബിറ്റിനും കൂടെ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ആൽഫ ആർബിറ്റിൻ നയാസിനമൈഡ് സെറം കൂടെ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് രണ്ടും ഒരുമിച്ച് യൂസ് ചെയ്യും, മോർണിംഗും നൈറ്റും യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ വീക്കിലി വൺസോ ടോയ്സോ നിങ്ങൾക്ക് ഗ്ലൈക്കോളിക് ആസിഡ് സിറമോ ക്രീമോ യൂസ് ചെയ്യാം. ഇത് നമുക്ക് എക്സ്ഫോളിയേഷന് ഹെൽപ്പ് ചെയ്യും, അതായത് നമ്മൾ ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല ഇതൊരു ടൈറോസിനേസ് ഇൻഹിബിറ്റർ ആയതുകൊണ്ട് തന്നെ ഇനി വരാനായിട്ട് മെലാനിൻ പ്രൊഡക്ഷൻ ഓവറായിട്ട് വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനും ഗ്ലൈക്കോളിക് ആസിഡ് സെറംസോ ക്രീംസോ ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങൾ ഫേസ് വാഷ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ കുറച്ച് ഓയിലി ആണെങ്കിൽ നിങ്ങൾ സാലിസിലിക് ആസിഡും ഗ്ലൈക്കോളിക് ആസിഡും ഉള്ള CHA BHA ഫേസ് വാഷുകൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് ഡ്രൈ സ്കിന്നോ നോർമൽ സ്കിന്നോ ആണെന്നുണ്ടെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ഫേസ് വാഷ് സെലക്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇത് ഇത്രയും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു 3 to 4 months നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ പറ്റും. ഒരു പെട്ടെന്ന് റിസൾട്ട് പ്രതീക്ഷിക്കരുത്. കാരണം നമ്മുടെ സ്കിന്ന് സൈക്കിൾ ചെയ്ത് പുതിയ സ്കിൻ വരുന്നതനുസരിച്ചാണ് നമുക്ക് ആ ചേഞ്ച് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ അതിനൊരു ചെറിയ സമയം എടുക്കും. ആ സമയം നമ്മൾ എന്തായാലും സ്കിന്നിന് കൊടുക്കേണ്ടതാണ്. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് പ്രസിസ്റ്റന്റ് ആയിട്ട് സ്കിൻ കെയർ ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ടും കിട്ടത്തുള്ളൂ. ഇനി നിങ്ങൾ പാക്കുകൾ ചോദിക്കുകയാണെങ്കിൽ DIY ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് തൈര് നല്ലൊരു ഓപ്ഷനാണ്. നോർമലി തൈരുടെ മോക്കുരുള്ളവർ തൈര് അവോയ്ഡ് ചെയ്യുക. പിന്നെ നിങ്ങൾ കുറച്ച് നോർമൽ ടു ഓയിലി ടു കോമ്പിനേഷൻ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടലമാവ് വീക്കിലി 2 പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ നല്ല ഡ്രൈ സ്കിന്നോ സെൻസിറ്റീവ് സ്കിന്നോ ആണെന്നുണ്ടെങ്കിലും ഡ്രൈ സ്കിൻ ആണെങ്കിൽ വീക്കിലി വൺസ് അല്ലെങ്കിൽ 2 ആഴ്ചയിൽ ഒരിക്കലൊക്കെ നല്ലത്. സെൻസിറ്റീവ് സ്കിൻകാരാണെങ്കിൽ മാക്സിമം DIY ഫേസ് മാസ്കുകൾ അവോയ്ഡ് ചെയ്യാനും ശ്രദ്ധിക്കുക. അടുത്ത 3rd ക്വസ്റ്റ്യൻ ആയിരുന്നു തലയിലുള്ള ഡാൻഡ്രഫ് എങ്ങനെ മാറ്റാന്നുള്ളത്. ഡാൻഡ്രഫ് ബേസിക്കലി വരാറുള്ളത് ഓയിലി സ്കാൽപ്കാർക്കാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുളിച്ചിട്ട് മുടി അഴിച്ചിട്ട് പുറത്തോട്ട് പോകുമ്പോൾ കുറച്ച് നോർമൽ സ്കാൽപ്പൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ എണ്ണ തേച്ചിട്ട് നമ്മൾ പുറത്തോട്ട് പോകുമ്പോൾ ഷാമ്പൂത് കളയാതെയൊക്കെ വരുമ്പോഴത്തേക്ക് ആ എണ്ണയും പിന്നെ പുറത്തുള്ള പൊടിയും ഒക്കെ അവിടെ ഇരുന്നിട്ട് അതൊരു ഫംഗസ് ആയിട്ട് നമുക്ക് ഡാൻഡ്രഫ് വരാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പൊ നിങ്ങൾക്ക് പിന്നെ ഡ്രൈ സ്കാൽപ്പ് ഉള്ള ആൾക്കാർക്കാണെങ്കിൽ വരുന്ന ആ ഒരു പൊടി ഡാൻഡ്രഫ് ആയിരിക്കത്തില്ല, ഡ്രൈ സ്കാൽപ്പിൽ നിന്ന് വരുന്ന നമ്മുടെ ഡെഡ് സ്കിന്നുകളായിരിക്കും. അപ്പൊ ഇത് മൂന്നും ഫസ്റ്റ് ഒന്ന് വേർതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആദ്യത്തെ രണ്ടും കുഴപ്പമില്ല, മൂന്നാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വ്യത്യാസം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. കാര്യം എന്താ വെച്ചാൽ ഇതൊരു വൈറ്റിഷ് പൊടിയായിട്ടായിരിക്കും കാണുന്നത്. ഇതുള്ള ആൾക്കാർ നമ്മൾ ഡാൻഡ്രഫിന്റെ ട്രീറ്റ്മെന്റ് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഈ പൊടി കൂടാനാണ് ചാൻസ്. കാരണം വീണ്ടും നമ്മുടെ സ്കാൽപ്പ് ഡ്രൈ ആയി വരും. അപ്പൊ നിങ്ങൾക്ക് അത് പറ്റില്ല. അപ്പൊ നിങ്ങൾ അങ്ങനത്തെ ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അത് മാറ്റി വയ്ക്കാൻ നിങ്ങൾക്ക് വേറെ രീതിയിലാണ് ഹെയർ കെയർ ചെയ്യേണ്ടത്. അത് വേണമെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ നമ്മൾ ചെയ്യാം. അപ്പൊ നമ്മൾ ഡാൻഡ്രഫിനെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾക്ക് ബോഡിയിലൊക്കെ ആ ഒരു ഡ്രൈനെസ് ഫീൽ ചെയ്യും ആ ഒരു സ്കാൽപ്പുള്ള ആൾക്കാർക്കാണെങ്കിൽ. ഇനി നമ്മൾ ഡാൻഡ്രഫിൻ്റോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ ഓയിലി സ്കാൽപ്പ് ആണോ എന്ന് ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞൊരു കണ്ടീഷൻ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഡാൻഡ്രഫ് വരാനുള്ള ചാൻസ് കൂടുതലാണ്, അല്ലെങ്കിൽ മുടിയിൽ നൊഡ്യൂൾസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഏതാണെന്നുള്ളത് നിങ്ങൾ കൺഫേം ചെയ്യാം. അതിനുശേഷം നിങ്ങൾ വീക്കിലി വൺസോ ടോയ്സോ കീറ്റോകോണസോളിന്റെ ഷാമ്പു യൂസ് ചെയ്യാം. അല്ലെങ്കിൽ കേസഡ് ലോഷൻ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഈ ബോഡി വേസിന്റെ കീറ്റോകോണസോൾ ഷാമ്പു യൂസ് ചെയ്യാം. അത് വീക്കിലി വൺസോ ടോയ്സോ യൂസ് ചെയ്താൽ മതി. അതിന് കാരണം നിങ്ങൾക്ക് ബാക്കിൽ എന്തെങ്കിലും കുരു വരുന്നുണ്ടെങ്കിൽ ബോഡിയിൽ ആക്നെ വരുന്നുണ്ടെങ്കിൽ, ഡാൻഡ്രഫ് കാരണമാണ് നിങ്ങൾക്ക് ആക്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ,
അതായത് ഡാൻഡ്രഫും ആക്നെയും കൂടെ ഒരുമിച്ചുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഷാമ്പു നിങ്ങൾക്ക് ബോഡിയിൽ കുറച്ച് നേരം അപ്ലൈ ചെയ്യാം. പക്ഷെ അപ്ലൈ ചെയ്തിട്ട് അപ്പം തന്നെ കഴുകി കളയരുത്. ഒരു 5 മിനിറ്റ്സ് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക, എന്നിട്ട് നന്നായിട്ട് കഴുകി കളയാനും ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ നല്ല കണ്ടീഷണർ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് നമ്മുടെ ലെങ്തിൽ മാത്രം അപ്ലൈ ചെയ്യാനും ശ്രദ്ധിക്കാം. പിന്നെ നിങ്ങൾ ബാക്കി അല്ലാത്ത ദിവസം ഇപ്പൊ 2 ദിവസം നമ്മൾ കീറ്റോകോൺസോൾ ഷാമ്പു യൂസ് ചെയ്യണമെങ്കിൽ അല്ലാത്ത ദിവസം നിങ്ങൾ മാക്സിമം ഹെയർ വാഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ആ സമയങ്ങളിൽ മാക്സിമം സാലിസിലിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ഷാമ്പൂസ് സെലക്ട് ചെയ്യുന്നതാണ് നല്ലത്. വേറെ അനാറ്റമിയിലൊക്കെ സാലിസിലിക് ആസിഡ് ഷാമ്പു കിട്ടും. അതല്ല നിങ്ങൾക്ക് ഷാമ്പു യൂസ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നമ്മുടെ ഡീകൺസ്ട്രക്റ്റില് സാലിസിലിക് ആസിഡ് സ്കാൽപ് സിറംസ് അവൈലബിൾ ആണ്, അത് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ സാലിസിലിക് ആസിഡ് ഇതില്ലേ സിറം ഇല്ലേ, അത് വീക്ക്ലി വൺസ് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്താൽ നമ്മൾ സ്കാൽപ്പിൽ ഓയിൽ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഈ ഓയിൽ കൺട്രോൾ ചെയ്യുന്നതാണ് നമുക്ക് ഡാൻഡ്രഫിന് വരുന്നതിന്റെ ഒരു കണ്ടീഷൻ. ഓയിൽ ഉള്ളതുകൊണ്ടാണ് ഡാൻഡ്രഫ് വരുന്നത്. ആ ഒരു കണ്ടീഷൻ നമുക്ക് പിടിച്ച് നിർത്താനായിട്ട് പറ്റും. പിന്നെ വന്ന ഫംഗസിന് നമ്മൾ ഫംഗസ് എന്ന് വെച്ചാൽ ഡാൻഡ്രഫിന് നമ്മൾ ഓൾറെഡി കീറ്റോകോൺസോൾ ഷാമ്പു ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്ത് മാറ്റാനും പറ്റും. ഇത് ഞാൻ പറയുന്ന ഒരു മൈൽഡ് ടു മോഡറേറ്റ് കേസാണ്. നിങ്ങൾ എക്സ്ട്രീംലി സിവിയർ ആയിട്ടാണ് നിങ്ങൾക്ക് ആ യെല്ലോ ഉള്ളത്, അതായത് നമ്മൾ കോതമ്പ് നല്ല കട്ടക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെർമറ്റോളജിസ്റ്റിന്റെ അടുത്ത് ഒന്ന് പോയി കാണുന്നത് നല്ലതാണ്. കാരണം നമ്മൾ ഈ ഒരു എക്സ്റ്റേണൽ ട്രീറ്റ്മെന്റ് കൊണ്ട് മാത്രം നന്നാവത്തില്ല, നിങ്ങൾക്ക് ഇന്റേണലി മെഡിക്കേഷനും ആന്റി ഫംഗൽ മെഡിക്കേഷൻസും കൂടെ എടുക്കേണ്ടി വരും. അപ്പൊ അതും കൂടെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഡാൻഡ്രഫിനെ ട്രീറ്റ് ചെയ്യാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഡാൻഡ്രഫ് ഒരിക്കലും പോകത്തില്ല. ഈ ഡാൻഡ്രഫ് ഉള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം എന്ന് വെച്ചാൽ മാക്സിമം സ്കാൽപ്പിൽ ഓയിൽ, പ്രത്യേകിച്ച് കോക്കനട്ട് ഓയിലൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം കോക്കനട്ട് ഓയിൽ നമുക്ക് എന്താ പറയുന്നത്, ഡാൻഡ്രഫ് വളരാനായിട്ടുള്ള സിറ്റുവേഷൻ കൂട്ടുന്ന ആൾക്കാരാണ്. അപ്പൊ കോക്കനട്ട് ഓയിൽ പോലെയുള്ള ഷാംപൂസ്, ഹെയർ ഓയിൽസുകൾ മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന മോസ്റ്റ് ഹെയർ ഓയിൽസിന്റെയും ബേസ് കോക്കനട്ട് ഓയിൽ ആയിരിക്കും. നിങ്ങൾ ഡാൻഡ്രഫ് മാറാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില ആയുർവേദിക്കലി ബേസിക്കലി ഡാൻഡ്രഫിന് വേണ്ടി നല്ല ഒതന്റിക് ആയിട്ടുള്ള ആയുർവേദക്കാർ യൂസ് ചെയ്യുന്നതിന്റെ ഓയിൽ ചിലപ്പോൾ നോൺ കൊമഡോജനിക് ആയിട്ടുള്ള ഓയിലും മാത്രമല്ല അത് കഴുകിക്കളയാനായിട്ട് അവർ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് സ്കാൽ വാഷസും തരാറുണ്ട്, പൊടിയുടെ രൂപത്തിൽ മിക്സ് ചെയ്ത് സ്കാൽ വാഷസും തരാറുണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ഞാൻ എന്താ പറയുന്നത്, ആയുർവേദക്കാരെ കോൺട്രഡിക്റ്റ് ചെയ്യുന്നതല്ല, അവർക്കുള്ള ട്രീറ്റ്മെന്റ് വേറെയാണ്. അപ്പൊ അത് ഓയിൽ ഉണ്ടാവും, പക്ഷെ നിങ്ങൾ ആ ഓയിലില്ലാത്തത് ശ്രദ്ധിച്ചാൽ അതിനകത്ത് കോക്കനട്ട് ഓയിൽ പോലെയുള്ള ഓയിൽസുകൾ കുറവായിരിക്കും. അവർ വേറെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടായിരിക്കും ഓയിൽസ് ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ ആദിവാസി ഹെയർ ഓയിലിന്റെ കാര്യമല്ല പറയുന്നത് കേട്ടോ, അത് വേറെ കാര്യമാണ്, ഞാൻ അങ്ങോട്ട് പോണില്ല. എനിവേസ്, അപ്പം ഇത്രയും കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ മാക്സിമം ഹെയർ ഓയിൽസുകൾ അവോയ്ഡ് ചെയ്യാനേ ഞാൻ പറയുന്നുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒതന്റിക് ആയിട്ടുള്ള ഒരു പ്രിസ്ക്രിപ്ഷൻ ആയിട്ടുള്ള ഡോക്ടർ തരുന്ന ഓയിൽ അല്ലാണ്ട് ഒന്നും തേക്കാനും പാടില്ല. അത് നല്ല ആയുർവേദ ഡോക്ടേഴ്സ് തരുന്ന ഓയിൽ അല്ലാണ്ട് അല്ലാതെ തേക്കാൻ പാടില്ല. കോക്കനട്ട് ഓയിൽ ബേസ് ചെയ്ത ഓയിലാണെങ്കിൽ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. മാക്സിമം ഓയിൽസ് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും നല്ലത്. ഞാനിതിങ്ങനെ ഒരു ഇതായിട്ട് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഞാൻ ലാസ്റ്റ് ഡാൻഡ്രഫിന് ഷോർട്സ് ഇട്ടപ്പോഴത്തേക്ക് ഒരു ആൾ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഓയിൽ യൂസ് ചെയ്തപ്പോഴാണ് എനിക്ക് ഡാൻഡ്രഫ് പോയത്. ഓയിൽ യൂസ് ചെയ്താൽ ഡാൻഡ്രഫ് പോവോ ഇല്ലയോ എന്നുള്ള കാര്യം ബേസിക്കലി കറക്റ്റ് പറഞ്ഞു തരാൻ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് പോയിട്ടില്ല. അതാണ് ഫ്രാങ്ക്ലി ഞാൻ പറയാം. കാരണം ഈ കുഞ്ഞിലേക്ക് നന്നായിട്ട് ആയുർവേദത്തിൽ കുളിച്ചു കിടന്ന ആളാണ്. കാരണം എൻ്റെ ചേട്ടച്ചൻ ആയുർവേദ ഡോക്ടറാണ്. അപ്പൊ ഞാൻ നന്നായിട്ട് ഓയിൽസ് യൂസ് ചെയ്തിട്ടുള്ള ആളാണ്. എനിക്ക് പോയിട്ടില്ല. ഇനി പോകാനായിട്ട് പുതിയ ട്രീറ്റ്മെന്റ് എനിക്ക് അറിഞ്ഞൂടാത്ത എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിഞ്ഞൂടാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഒതന്റിക് ആയിട്ടുള്ള ആൾക്കാർ അഡ്വൈസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്ത്, അല്ലെങ്കിൽ നമുക്ക് വേണ്ട. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഡാൻഡ്രഫ് പോകാനായിട്ട് ഓയിൽ പറ്റത്തില്ല. പിന്നെ അടുത്ത് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ യൂസ് ചെയ്യുന്ന തോർത്തുകൾ അതല്ലെങ്കിൽ ടവൽസുകളൊക്കെ മാക്സിമം 2 ദിവസത്തിൽ ഒരിക്കലും വാഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പില്ലോ കേസുകൾ 3 ദിവസമോ അല്ലെങ്കിൽ ആഴ്ചയിൽ 2 ദിവസമൊക്കെ ഒന്ന് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. മാക്സിമം നിങ്ങളുടെ സാധനങ്ങൾ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാൻ പാടില്ല. നിങ്ങളിൽ നിന്ന് അവർക്ക് വരത്തില്ല, പക്ഷെ അതൊരു ഹൈജീനിക് മെത്തേഡ് അല്ല. നിങ്ങൾ കോമ്പുകളൊക്കെ നന്നായിട്ട് വാഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം ഡാൻഡ്രഫിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഡാൻഡ്രഫ് റിലേറ്റഡ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാനും മറക്കണം. അപ്പൊ ഇന്ന് നമ്മൾ മെയിൻ ആയിട്ട് 3 ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്തത് പ്രഗ്നൻസിയുടെ സ്കിൻ കെയർ, പിന്നെ നമ്മൾ ടാനിങ് മാറ്റുന്നത്, ഡാൻഡ്രഫിനെ പറ്റിയിട്ട്. അതല്ലാണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയുന്നത് നമുക്ക് നെക്സ്റ്റ് Q&A നമുക്ക് തീർക്കാവുന്നതാണ്. ഞാൻ നിങ്ങളുടെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി, ചിലപ്പോൾ റാൻഡമായിട്ട് മിസ്സായി പോകുന്നതായിരിക്കും. മാക്സിമം Q&A താഴെ പറയാൻ നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് ഞാൻ മിസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ Q&A താഴെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് വീക്കിൽ അത് തീർക്കാവുന്നതാണ്. അപ്പൊ ഇതുപോലത്തെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇതുപോലത്തെ വീഡിയോ ആയിട്ടുള്ള ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസും വരുന്നവരെ ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്. ടാറ്റാ.